പോലീസുകാർ വീട്ടിൽ വന്നിരിക്കുകയാണ്. എന്നെ തൈക്കാടോട്ട് കൊണ്ടുപോവാണ്. അതിനുവേണ്ടിയാണ് ഇവർ വന്നത്. എൻ്റെ ലാപ്ടോപ്പ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പം തന്നെ എടുത്ത് മാറ്റട്ടെ. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? വിൽ ഹി ഗീവ് അപ്പ്? വീട്ടിലോട്ട് കൊണ്ടുപോകണേ. ലാപ്ടോപ്പ് എടുക്കാൻ രാഹുൽ ഈശ്വറിന് ജാമ്യമില്ല. ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുന്നു. രാഹുൽ ഈശ്വർ ജയിലിലേക്ക് പോകുകയാണ്. രാഹുൽ 14 ദിവസത്തേക്ക് റിമാൻഡിൽ. ഇനിയും തല്ലാൻ കൊണ്ടുപോകുന്നെങ്കിൽ ഒറ്റ അടിക്കാൻ തീർത്തേക്കണം, ഇല്ലെങ്കിൽ എല്ലാരും കൂടെ എടുത്തിട്ട് ഇടിച്ച് എനിക്ക് ഇങ്ങനെയാണെന്ന് നിറയിക്കാൻ വയ്യ. ഒരു രാഹുലിനെ വെളുപ്പിച്ച് മറ്റൊരു രാഹുൽ അകത്തേക്ക്. 30 സെക്കൻഡ് പോയിട്ട് ഒരു 10 സെക്കൻഡ് പോലും കിട്ടിയില്ലത്രേ. രാഹുൽ ഈശ്വർ അകത്തായി. അങ്ങനെ എന്താ അറിയാമോ, എനിക്ക് തിരിച്ച് 7 മണിക്ക് ചർച്ചയുണ്ട്. തിരിച്ചതിന് മുമ്പിൽ എത്താൻ പറ്റൂ? അറിയാവുന്ന ആരെ കൊണ്ടെങ്കിലും താൻ രക്ഷ എഴുതി കെട്ടിച്ചോ, തനിക്കാണ്ട് വലിയ കുഴപ്പം തുടങ്ങുക. കസ്റ്റഡിയിൽ എടുക്കാൻ വന്ന ഉദ്യോഗസ്ഥരോട് പറയുന്നു, എനിക്ക് 7 മണിക്ക് ചർച്ചയുണ്ടെന്ന്. പോയി ഇഷ്ടം പോലെ ഇറങ്ങിപ്പോരാനേ. പൂജപ്പുര സബ് ജയിൽ എന്താ അമ്മായിയുടെ വീടാ? പിന്നെ ചർച്ച വന്നിരുന്ന് പറയുന്നതേ പച്ച അപരാധമാണല്ലോ. ഈ അപരാധത്തിന് ലേശം റെസ്റ്റ് ആകട്ടെ എന്ന് കരുതിയ പോരെ. എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ, എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്നും നോക്കിക്കേ. രാഹുൽ കേറേട്ടായിയാണ്. ഈ പുള്ളി പെൺകുട്ടികളെ വശീകരിച്ച് അവരെ ഉപദ്രവിച്ച് ഗർഭിണിയാക്കുന്നു. അത് ഇരുന്ന് വെളുപ്പിച്ച് പറയാൻ രാഹുൽ ഈശ്വരൻ. അല്ല, ഇതിനെയൊക്കെ മാസക്കൂലിയാണ് അതോ ദിവസക്കൂലിയാണ്? പറയാതിരിക്കാൻ വയ്യ കേട്ടോ. ഒരുത്തൻ പീഡിപ്പിച്ച് പെൺകുട്ടികളെ ഗർഭിണിയാക്കുന്നു, അതിനെതിരെ പെൺകുട്ടികൾ പരാതിയുമായി വരുന്നു. എന്നാൽ അതിനെയൊക്കെ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇരുന്ന് ന്യായീകരിച്ച് ഒരുത്തൻ ജയിലിലേക്ക് പോകുന്നു. അതും ഏതോ ഒരുത്തൻ. ലോകത്ത് തന്നെ ഇതുപോലെയൊക്കെ ആദ്യമായിട്ടായിരിക്കും. ഇത് പുരുഷന്മാർക്ക് വേണ്ടിയുള്ള സ്വാതന്ത്ര്യ സമരമാണ്. നിരാഹാര സത്യാഗ്രഹം. പുരുഷന്മാർക്ക് വേണ്ടി പോരാടാൻ ഒരേ ഒരു രാഹുൽ ഈശ്വർ. മാങ്കൂട്ടത്തിന് വേണ്ടിയും പോരാട്ടം. ഡാർക്ക് നാക്കിന് എല്ലില്ലെന്ന് വെച്ച് ആരെയും എന്തും പറയാമെന്ന് കരുതി. ഈ അലക്ക് തുടങ്ങിയിട്ട് 1-2 ദിവസമൊന്നുമല്ല. ആദ്യം പെൺകുട്ടി പരാതി പറഞ്ഞില്ല, പക്ഷെ പിന്നീട് പെൺകുട്ടി പരാതി പറഞ്ഞു. അതോടുകൂടി അകത്തുപോയി. പക്ഷെ ഇതുകൊണ്ടൊന്നും നിർത്തൂല കേട്ടോ, പുള്ളി തളർന്നിട്ടില്ല. ഇനിയും പറയും പോലും. ഇനിയും പറഞ്ഞാട്ടെ. പറഞ്ഞ് കോഴിക്കുട്ടിലെ കഥകളെല്ലാം പറഞ്ഞ് ന്യായീകരിച്ച് പുള്ളിതേ അകത്തുവായി 14 ദിവസം റിമാൻഡിൽ. ഇനി പുറത്തിറങ്ങി കുറച്ച് ദിവസം റെസ്റ്റ് എടുത്തിട്ട് പറയണേ, അല്ലെങ്കിലേ ജയിലിൽ സ്ഥിരമായി ഒരു മുറി ബുക്ക് ചെയ്യേണ്ടി വരും. ഇത് പുരുഷന്മാർക്ക് വേണ്ടിയുള്ള സ്വാതന്ത്ര്യ സമരമാണ്. മഹാത്മാഗാന്ധിയുടെ പാത പിന്തുടർന്നു പോകും പോലും ജയിലിലേക്ക്. അവിടെ ഇനി സത്യാഗ്രഹം സത്യാഗ്രഹം മഹാത്മാഗാന്ധി ജയിലിൽ കിടന്ന് നടത്തിയതേ ഈ പെണ്ണ് പിടിയന്മാരെയൊക്കെ വെളുപ്പിച്ചല്ല. അതെങ്കിലും ഒന്ന് ഓർത്താ നല്ലത്.